അസ്സലാമലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ മയോണൈസ് ആണ് ഉണ്ടാക്കുന്നത്. മയോണൈസ് സാധാരണ മുട്ട വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇത് മുട്ടയൊന്നും കഴിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പാല് വെച്ചിട്ട് വളരെ എളുപ്പത്തിലും ടേസ്റ്റിയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മയോണൈസിൻ്റെ റെസിപ്പിയാണ്. ഇനി മയോണൈസ് ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട, വളരെ സിമ്പിളായിട്ട് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ നമ്മുടെ ഗീവ് അവേ ഡീറ്റെയിൽസും കൂടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തപ്പോൾ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കപ്പിനാണോ, അതായത് നമ്മളിപ്പോൾ ഒരു അളവ് കപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരേ കപ്പ് തന്നെ എടുക്കുക. അപ്പോൾ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ 1/2 കപ്പ് പാലിലോട്ട് നമുക്ക് 1/2 കപ്പ് എണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയോ അതായത് കുറച്ച് മണമുള്ള എണ്ണയൊന്നും ഈ ഒരു മയോണൈസ് ചെയ്യാനായിട്ട് എടുക്കരുത്. എപ്പോഴും ഇതുപോലുള്ള സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും റിഫൈൻഡ് ഓയിലോ ആണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലോട്ട് 1 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കി കുറച്ച് ചേരുവകൾ കൂടി നമുക്ക് ചേർക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നാരങ്ങ നീര് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ നാരങ്ങ നീരിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ആപ്പിൾ സിഡർ വിനീഗർ ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് പഞ്ചസാരയുടെ അതേ അളവിൽ തന്നെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നല്ല ഹൈ സ്പീഡിൽ തന്നെ ഒരു 2 മിനിറ്റ് നമ്മളിന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നല്ല ക്രീം പോലെ ആവും. അപ്പോൾ പെട്ടെന്ന് അടിച്ചെടുത്തിട്ട് മാറരുത്. അതായത് ആദ്യം 1 പിന്നെ 2, 3 പിന്നെ മാക്സിമം ഇട്ടിട്ട് കറക്റ്റ് 2 മിനിറ്റ് ഹൈ ഇതായിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്രീമായിട്ട് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയോണൈസ് നമുക്ക് പാലിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ മിക്സിയിൽ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും സാധാരണ ഇങ്ങനെ പാല് എണ്ണയൊക്കെ ഇട്ട് അടിക്കുമ്പോൾ ആ ഒരു ലിക്വിഡായിട്ടിരിക്കില്ല, അങ്ങനെ തന്നെ ഇരിക്കും. ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോൾ നല്ല ക്രീമി ആയിട്ട് തന്നെ വരും. അപ്പോൾ നമ്മൾ മുട്ടയിൽ എങ്ങനെയാണോ മയോണൈസ് ചെയ്യുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട്, മുട്ടയിലൊക്കെ ചെയ്യുമ്പോൾ പച്ച മുട്ടയല്ലേ മയോണൈസ് ചെയ്യുന്നതെന്നൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഗീവ് അവേ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഗീവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. 1 ഡേ ഗ്യാപ്പിലാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ 10 മണിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രാവിലെ 10 മണിക്ക് 1 ഡേ ഗ്യാപ്പിൽ രാവിലെ 10 മണിക്ക് നമ്മുടെ ചാനൽ വന്ന് കണ്ടതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് വരുന്ന 100 കമൻറ്റ്സിൽ നിന്നാണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.